ഗുഡ് ഈവനിങ്. നമ്മുടെ SK പറഞ്ഞു ഫോമയുടെ പ്രസിഡൻ്റാണ്. ആ ഫോമയുടെ പ്രസിഡൻ്റായിട്ട് ഇവിടെ വരാനായിട്ട് എനിക്ക് സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കാരണം കൊണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഫോമയുടെ 2008 തുടങ്ങിയിട്ടത് നമ്മൾ 2026 കൺവെൻഷൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ജോൺ W. വർഗീസൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, പ്രസാദൊക്കെ ചിരിക്കുന്നുണ്ട്, അവരൊക്കെ വോട്ടിന് വന്നാന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്കറിയാം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണ്. കുറേ ദിവസങ്ങളായി നമ്മുടെ SK ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാറുണ്ട്. ഇന്നെനിക്ക് സംശയമുണ്ട്, ഇന്ന് ഈ മീറ്റിങ്ങിൽ അധികം സ്പോൺസേഴ്സിനെയൊന്നും SKക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഞാനും SKയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പലരും പല സ്ഥലങ്ങളിലും പോയി സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കും. അപ്പോൾ അന്നേരം SK പറയും, എൻ്റെ 9-ാം തീയതി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പരിപാടി നടക്കുന്ന കേട്ടോ എന്നൊക്കെ പറയുകയും എങ്കിൽ തന്നെയും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് SKക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ അവസരത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഹൂസ്റ്റൺ പ്രൊവിൻസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ചെയർമാൻ പൊന്നുചേച്ചിയുണ്ട്, അതുകൂടാതെ നമ്മുടെ സെക്രട്ടറി രാജേഷ് ഉണ്ട്, ഇവിടെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ, അത്തുകുഞ്ഞേട്ടനുണ്ട്. അങ്ങനെ പലരും ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രത്യേകമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ ഇവിടെ ഈ സമയത്ത് ഇവിടെ സന്തോഷിച്ചൊക്കെ ഇരിക്കുമ്പോഴും ഈ പരിപാടി നേരത്തെ തീരുമാനിച്ചിരുന്നതാണെങ്കിലും ഇന്ന് നമ്മളിവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയ ഈ സമയത്ത് നമ്മുടെ മാതൃരാജ്യത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും വളരെ വ്യക്തമായിട്ട് മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം കാശ്മീരിൽ ഏതാണ്ട് 26 പേരെ ഭീകര തീവ്രവാദികൾ വധിച്ചു. അതിൻ്റെ മുമ്പോട്ട് പല കാരണങ്ങളുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. എങ്കിൽ 14 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് പാകിസ്ഥാന്റെ മേൽ അവരാണ് ആ ഹീനകൃത്യം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തി. അതുകൂടാതെ ഇന്ത്യക്കെതിരെ പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകർത്താക്കൾക്കും അതുപോലെ തന്നെ സൈന്യത്തിനും തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ തിരിച്ചടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ അവിടുത്തെ 5:45 ഒരു എല്ലാ വ്യോമ കര അതുപോലെ തന്നെ നാവിക സേനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കും. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പടപെടുന്ന ഈ വീര സൈനികർക്ക് അവരുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ മുമ്പോട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിപൂർണ പിന്തുണ നൽകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, പാകിസ്ഥാന്റെ ഈ ക്രൂര കൃത്യങ്ങൾക്കെതിരെ നമുക്ക് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യയിലെ ഭരണാധികാരികളും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ പല മീഡിയയിലും വഴി അറിയിക്കുന്നുണ്ട്, നമ്മളെ ആവശ്യത്തിലുള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാം സൂക്ഷിക്കണം, അതുപോലെ തന്നെ പുറത്തിറങ്ങാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പല രീതിയിലുള്ള കരുതലുകളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം സാധിക്കില്ല എന്താണ് മുമ്പോട്ടുള്ള നടപടിക്രമങ്ങൾ. ഇത് 99 കാർഗിൽ യുദ്ധം പോലെ അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഒരു യുദ്ധമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. വളരെ ബുദ്ധിമോശമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ജീവിക്കാനോ അല്ലെങ്കിൽ സമാധാനമോ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അവർക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരിയുണ്ട്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. വൻതോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആ സ്വത്തുക്കളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൈന്യം തയ്യാറായിട്ടുണ്ട്. അവർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ
നിങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്. WMC ഹൂസ്റ്റൺ പ്രൊവിൻസിൻ്റെ ഏതാണ്ട് ഒരു മീറ്റിംഗ്, ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. നമ്മുടെ SK ആണ് കേട്ടോ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടെ ഹൂസ്റ്റണിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ തുടങ്ങിയിട്ടത് SK ആണ്. അത് തുടങ്ങി നല്ല രീതിയിലൊക്കെ പോകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കാലങ്ങളിലായിട്ട് ഈ നമ്മുടെ പലരും പറയും പോലെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴും ചില വിധത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി 2-3 ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മാറും. എങ്കിലും 2-3 ഗ്രൂപ്പൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാലും SK നേതൃത്വം നൽകിക്കൊണ്ട് അതിനെ ഒന്നാക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചു. വീണ്ടും അതുപോലെ തന്നെ അവിടെ ഇവിടെയും ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതായിട്ട് ഇപ്പോഴും പിരിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ SKയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ലോകം മുഴുവനും ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ജോണി കുരുവിള, അല്ലേ? ജോണി കുരുവിളയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ SK നയിക്കുന്ന ഈ വേൾഡ് മലയാളി കൗൺസിൽ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത് നിങ്ങളോട് പറഞ്ഞു കാണും, ഏതാനും അടുത്ത മാസം അല്ലേ, ഒരു ജൂണില് ജൂൺ 27-28 ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ ഇന്ത്യയിൽ നിന്നും ദുബായ് അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നൊക്കെ ഒത്തിരി പേര് പങ്കെടുക്കുമെന്നാണ് SK പറയുന്നത്. ആ കൺവെൻഷന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ കയറി വന്നപ്പോഴും നമ്മുടെ മാത്തുള്ളയുടെ ഒരു കവിതയാണ് കേട്ടുകൊണ്ടിരുന്നത്. നല്ലൊരു കവിതയായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ അതിനുശേഷം വന്ന് ഡാൻസ് നടത്തിയ സിസ ഇല്ലേ, ഓക്കെ, എന്തെങ്കിലും നല്ല ഡാൻസ് ആണ് കേട്ടോ. അപ്പൊ നെസയെ താങ്ക് യു കേട്ടോ. അപ്പൊ നെസയെ നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ രാജേഷ് വിളിച്ചു പറയും. ആ പ്രോഗ്രാമിന് നല്ലൊരു ഡാൻസ്, 1-2 ഡാൻസ് കളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ രാജേഷ് വിളിച്ചോളും. ആൻഡ്രൂസേ ഒന്ന് കൊണ്ടുവരണോട്ടോ. അത് ഡേറ്റും കാര്യങ്ങളൊക്കെ രാജേഷ് പറയും. അപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ഒരു പരിപാടിയാണ്. ഇവിടെ കൺവെൻഷൻ 26 നടക്കുന്നു. 26 ജൂൺ മാസം 31 ആഗസ്റ്റ് 1 എന്നീ ദിവസങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ SK ഒക്കെ കേട്ടോ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെയൊക്കെ ഇവിടെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. I give a special thanks to Morris. Last time we go for a fundraising for the stage show. SK told me we can go to the Morris at a Westheimer. We go over there. After 2-3 days, he make a good sponsorship. Thank you, Morris.